ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൻ്റെയും റെസ്റ്റിൻ്റെയും പറ്റിയാണ്. ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാവരും കുറേ സെലിബ്രിറ്റീസൊക്കെ പറയുന്നുണ്ട് 6 മണിക്ക് ആഹാരം കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കരുത്, പിന്നെ രാവിലെ കഴിക്കാം. ഇപ്പം ഞാൻ പറയുന്നത് കുറേ ഡോക്ടേഴ്സ് അവരെ പിന്താങ്ങുന്നുണ്ട്. അങ്ങനെ കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് ലോങ് ടൈം റെസ്റ്റ് കിട്ടും. അപ്പോൾ വയറ്റിൽ ആർട്ടറിയിലൊക്കെ ഉള്ള ഡൈജഷൻ പ്രോസസ്സ് നടക്കും, എല്ലാം ക്ലീൻ ആവുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ 6 മണിക്ക് ഈ കഴിക്കുന്നവരുടെ കയ്യിൽ സംഭവം ഉണ്ടെന്നാണെന്നറിയാമോ? ലിക്വർ. 6 മണിക്ക് ആഹാരം കഴിഞ്ഞാൽ പിന്നെ അവർ കുടിക്കുന്ന മുഴുവൻ വിസ്കി, ബ്രാൻഡി, റമ്മ് അങ്ങനെയൊക്കെയുള്ള ലിക്വേഴ്സ് ആയിരിക്കും അവർ കുടിക്കുന്നത്. അവരെപ്പോലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് കുടിച്ചില്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റുമോ? ആഹാരം വയറ്റിലില്ലെന്നുണ്ടെങ്കിൽ ഉറക്കം വരുമോ? 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ ഈ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഉറക്കത്തിനും ഒരു എനർജിയുടെ ആവശ്യമുണ്ട്. അത് നമ്മൾ ആഹാരം കഴിക്കുന്നത് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അവരത് ലിക്വിഡ് അടിച്ച് ആ എനർജി ഉണ്ടാക്കുന്നു. നമ്മളാണെങ്കിലും അത് കഴിക്കാത്തവരാണെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും കഴിക്കുന്നവരാണെങ്കിലും അത് പറ്റില്ല, നമുക്ക് പറ്റില്ല. കാരണം ആഹാരം കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. ആഹാരം 6 മണിക്ക് ആഹാരം കഴിച്ചിട്ട് പിന്നെ കഴിച്ചില്ലെങ്കിൽ 10 മണിയാവും നമ്മൾ ഉറങ്ങുമ്പോൾ. അതൊരു ടി വിയോ എന്തെങ്കിലും മറ്റുള്ള പരിപാടികളൊക്കെ നമ്മൾ ഏർപ്പെട്ടിരിക്കും. അപ്പോൾ ഉറക്കം 10 മണിക്ക് കിടന്നാൽ ഉറക്കം വരുമോ? ഇല്ല. ഒരു പക്ഷേ ഇത്തിരി ഉറങ്ങിയാൽ പോലും 2 മണിക്കൂർ മാക്സിമം, അതിനപ്പുറം പോകില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഇവർ പറയുന്നതൊക്കെ നിങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാർ ഫോളോ ചെയ്യാതിരിക്കുക. കാരണം അവരിലെല്ലാം ആവശ്യം പോലെ സംഭവങ്ങളുണ്ട്. എനർജിക്കുള്ള ക്യാപ്സൂൾസ് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ആഹാരം നിങ്ങൾ കഴിക്കാം. നോർമലായിട്ട് രാവിലെ 8 തൊട്ട് 10 മണി വരെയൊക്കെയാണ് ഡിന്നർ ടൈം. അതുപോലെ രാവിലെ 8 മണി 8 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ബ്രേക്ക് നമുക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട്. ആ റെസ്റ്റിൽ നമുക്ക് ഇവിടെ ബോഡി ആ റെസ്റ്റ് ടൈമിനാണ് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇപ്പം രാവിലെ കഴിക്കുന്ന 8 മണിക്ക് കഴിക്കുന്ന ആഹാരം കുറച്ചൊന്ന് മാറ്റി കഴിച്ചാൽ അത് വീട്ടിലിരിക്കുന്നവർക്കേ പറ്റൂ. ജോലിക്ക് വെളിയിൽ പോകുന്നവർക്ക് പറ്റില്ല. അവർ ലേറ്റായിട്ട് ആഹാരം കഴിച്ചാൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ ഉദ്ദേശിച്ച് പറയാൻ വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്യാം. ജോലിയില്ലാതെ ഇരിക്കുന്നവർക്ക് കൂടുതൽ സമയം റെസ്റ്റ് കൊടുക്കാം. രാവിലെ കഴിക്കേണ്ട ആഹാരം 8 മണിക്ക് കഴിക്കേണ്ട ആഹാരം 12 മണിക്ക് കഴിക്കാം. അതൊക്കെ വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക്, പണിയൊന്നും ഇല്ലാതെ രാവിലെ ഓഫീസിൽ പോകുന്നവർക്ക് പറ്റുമോ? അവർക്ക് രാവിലെ ആഹാരം കഴിച്ചെങ്കിൽ അവർക്ക് അതിനുള്ള എനർജി കിട്ടാതിരിക്കും. കഴിക്കാതെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബോധമൊക്കെ കെട്ടു വീഴും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിച്ച് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾക്ക് റെസ്റ്റ് വേണോ? അത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ബോഡിക്ക് എന്താ വേണ്ടത് നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ച് നിങ്ങളുടെ ബോഡിയെപ്പറ്റി നിങ്ങൾ തന്നെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ആവശ്യമുള്ളത് ചെയ്യുക. അതാണ് ബെസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ഫാസ്റ്റ് ചെയ്യണം. ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് റെസ്റ്റ് ഒരു പടി കിടന്നുറങ്ങിയാൽ മതി, ഫാസ്റ്റിങ്. അപ്പം ബോഡി അതിൻ്റെ രീതിയിൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വയറ്റിൽ ഏറെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഫാസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. കാര്യം അവർക്ക് ആവശ്യ സമയത്തുള്ള ആഹാരം കിട്ടില്ലെങ്കിൽ അവർ ആർട്ടറിയിലുള്ള പറ്റിയിരിക്കുന്ന ആഹാരമൊക്കെ അവർ കൊത്തി കഴിക്കും. ആ കൊത്തുന്ന സമയത്തുണ്ടല്ലോ ആർട്ടറിയിൽ ഹോള് വീഴും. ഈ ഹോള് വീണാൽ എന്താ സംഭവിക്കുന്നറിയാം? നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ഗ്യാസ് ആവുന്നൊരു സമയമുണ്ട്. ഈ ഗ്യാസ് ആവുന്ന സമയത്ത് ഈ ഗ്യാസ് ആ ഹോളിൽ കൂടെ വെളിയിൽ പോയാൽ നല്ല പണിയായിരിക്കും കിട്ടുക. കാരണം ഗ്യാസ് കയറി അനുഭവമുള്ളവർക്ക് അതറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഫാസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എക്സസൈസും ആഹാരവും കഴിക്കുക, ആവശ്യം റെസ്റ്റ് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ ബോഡിയെ പറ്റി. പിന്നെ ആൾക്കാർ പറയുന്നതൊന്നും കേട്ട് ഫോളോ ചെയ്യാതിരിക്കുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഐ ഡി റജി IPS. വേറൊരു ചാനലും കൂടെ ഉണ്ട്, റജി മാത്യു പൊണ്ടർ. വൺ മോർ ചാനൽ ഇസ് റജി മാത്യു .പൊണ്ടർ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ്. മോർ ദാൻ 1500 വീഡിയോസ് അവൈലബിൾ and more than 765 songs available.
പ്ലീസ് സീ ദ പ്ലേലിസ്റ്റ്. അപ്പോൾ ആഹാരം കഴിക്കാം, പക്ഷെ നിങ്ങളുടെ ബോഡി ഹീറ്റ് ചെയ്യണം. അത് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി ബോഡിക്കൊരു ഹീറ്റ് കൊടുക്കണം, അത് കൺസ്യൂം ചെയ്യണ്ടേ. ആഹാരം ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യണം, അത് കൺസ്യൂം ആവും. പിന്നെ ആവശ്യം റെസ്റ്റ് കൊടുക്കണം. ഇതൊക്കെ നിങ്ങളുടെ ബോഡിയെ പറ്റി നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റും, എനിക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പം നല്ല രീതിയിൽ ആഹാരവും കഴിക്കുക, നല്ലൊരു റെസ്റ്റും ചെയ്യുക, നല്ല രീതിയിൽ ബോഡി എക്സസൈസ് ചെയ്യുകയോ ജോലി ചെയ്യുകയോ ഹീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ആരും പറയുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക, അതിനെപ്പറ്റി ചിന്തിച്ച് വേണം അതിനെ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.